നമ്മൾ അലങ്കാര കൈയാണ് പല വീഡിയോയിലും കാണിച്ചത്. ഇപ്പം ഞാൻ ഒരെണ്ണം എന്ത് ചെയ്ത് കാണിച്ച് ഒരു വീഡിയോയിൽ, അടുത്തതിൽ ഈ സാധനം കാണിച്ച് കണ്ടാ, അടുത്ത ഒരെണ്ണം. ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾക്ക് നല്ല ബലത്തിൽ പിടിച്ചാലും നമ്മൾ കണ്ടത് നമുക്ക് ബലം ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഇവൻ്റെ കുഴ ഇങ്ങനെ കുനിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, കുനിച്ച് പൊക്കാം, എന്തായി ലോക്കാവല്ലേ, ലോക്കാവും. ഇത് വല്ലതും കൊടുക്കുന്ന തരത്തിൽ. പക്ഷെ ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി പിള്ളേരെ പഠിപ്പിക്കാനും ഇതിനൊക്കെ പഴയ കാലത്ത് ആശാമാര് പഠിപ്പിക്കും. ഇങ്ങനെ ഇടിക്കുന്നു, കൊടുക്കുന്നു, അടുത്തതിലേക്ക്. അപ്പോൾ ഒന്ന് കാട്ടിയിടാം, എൻ്റെ അയിമ പിടിച്ച് കുറിച്ച് അത് തന്നെ സംഭവം. അതെ, തിരിച്ച്. എന്നിട്ട് ഇത് കണ്ടിട്ട് അരിയിൽ ഒന്നുമില്ല, അതാണ് ഇതാണെന്ന് പറയരുത്. ഇത് നമ്മളിതൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ കൈയിൻ്റെ റിസ്റ്റിന്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട്, കൈയിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന സംഭവങ്ങളത്. കൈബലം എന്ന് പറയും. ഇങ്ങനെ പിടിക്കും, എന്നിട്ട് നല്ല ബലത്തിൽ പിടിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പറയും, നല്ല ബലത്തിൽ. അപ്പൊ ഇത് ചെയ്യാൻ പറ്റരുത്. പക്ഷെ പിള്ളേര് അങ്ങോട്ട് വേണ്ടി ചെയ്യുമ്പോൾ ചിലവർക്ക് ഇത് ചെയ്യാൻ പറ്റും. കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നീ നല്ല ബലത്തിൽ പിടിച്ചാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടാ, ഇങ്ങനെ പോരും. രണ്ട് നല്ല ബലത്തിൽ പിടിച്ചേ. ഈ സാധനം ഇവിടുന്ന് പകർന്നെടുക്കണം. ഏതെങ്കിലും കിട്ടാൻ വേണ്ടി, കൈയിന്റെ ബലത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് കുനിച്ചാൽ എന്ത് ചെയ്യണം? ഇതാണ് സംഭവം. കുനിയണം. ഇവിടെ ഒരു കീറ് കണ്ടില്ലേ, മുട്ട് പൊക്കി അങ്ങോട്ട് എടുക്കാം. അപ്പോ ഇതൊന്നും പക്ഷെ ഇതിന് വേണ്ടിയിട്ടല്ല. ഇങ്ങനെ കൈ പിടിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഒറ്റ കീറ്. പലതും ഉണ്ട്. നമ്മൾ തന്നെ ഒറ്റ വീഡിയോയിൽ ഇത് കുറെ ചെയ്തിട്ടുണ്ട്. ഒരു 5-6 വർഷത്തിന് മുമ്പ് ഒറ്റ വീഡിയോ തന്നെ ഉണ്ട്, ഒരു 10-30 എണ്ണം. അപ്പോൾ ശരിക്കും ചെയ്യുമ്പോൾ ഇത് കളരിയിൽ കൈബലം പഠിപ്പിക്കാൻ ഒന്നില്ലെങ്കിൽ ഇത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് മൂന്നാമത്തത്. ഓക്കെ.